എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് 17 പോയിൻ്റ് മൈനസിലാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 4 പോയിൻ്റ് പ്ലസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ടാലി ആയിട്ടില്ല. രണ്ടുപേരും ഇന്ന് രാവിലെ വഴക്കിലാണ്, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. ഇന്നലത്തെ വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് മാറിപ്പോയി. കാരണം ഇൻഡെക്സിൻ്റെ ചാർട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. നമ്മൾ വർക്ക് ചെയ്യണ ചാർട്ട് വേറെയാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്ത സ്ക്രീൻ മാറിപ്പോയി. അത് കാരണം ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാനത് ഇടയ്ക്ക് 1.5 മണിക്കൂർ വീഡിയോ ഉണ്ട്, കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇനി അത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ആളുകൾ ആവറേജ് ടൈം ഫ്രെയിം 5 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് പോലും ഒരാളൊരു വീഡിയോത്തെ ആവറേജ്, അതായത് ഒരു 210 പേര് വീഡിയോ കണ്ടാൽ ആവറേജ് വ്യൂ എന്ന് പറയുന്നത് 5 മിനിറ്റേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കിടന്നുണ്ട് പറയുന്ന മുഴുവൻ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ചെറിയ ടാർഗറ്റൊക്കെ എത്തുമ്പോഴത്തേക്കും വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നേരെ നമുക്ക് സ്ട്രൈക്കിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ സ്ട്രൈക്ക് നമ്മൾ ഇന്നലെ എടുത്ത സ്ട്രൈക്ക് തന്നെ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. 182. അപ്പോൾ 25,800 സി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ സി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 25,800 സി. നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് 26,000. 26,000 തന്നെ നമുക്ക് പിയിലും കോൺസെൻട്രേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ നിലവിൽ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് 15 മിനിറ്റ്സിൽ നിൽക്കുന്നത്. പിന്നെ ഫ്യൂച്ചർ ചാർട്ടിൽ 30 മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ്. അതേപോലെ 15 മിനിറ്റ്സിൽ ഫ്യൂച്ചർ ചാർട്ടിൽ ക്രോസ് ഓവർ ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമ്മുടെ ചാർട്ടും പ്രകാരം. പിന്നെ 5 മിനിറ്റിൽ മാത്രമാണ് താഴത്തൊരു കർവ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ അതിനനുസരിച്ച് ഇന്ന് പലതും പല ദിക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നും മെജോറിറ്റി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അത്ര വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. എങ്കിലും നമ്മളെ ട്രാപ്പിലാക്കാനുള്ള സംഗതി ഈ ഒരു മാസവും അടുത്ത മാസമൊക്കെ ആയിട്ട് നല്ലപോലെ ഉണ്ടാവും.
അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 25,915 ഇപ്പോൾ മൈനസ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഏകദേശം 17 പോയിൻ്റാണ്. 17 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 15, 10, 25, 28. അപ്പോൾ 25,915 മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഒരേ ടൈമിൽ തന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങും ഡൗൺ സൈഡും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് 25,915 ഓപ്പൺ ചെയ്താൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. അത് ഏതാണെന്ന് നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല. ഫസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ ഒന്ന് നേരെ മുകളിലോട്ട് വന്നിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, അത് ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ താഴത്തോട്ട് പോയിട്ട് SMA വിത്ത് 25,889 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓപ്പൺ ചെയ്യുന്നത് ഒരു കറക്റ്റ് സപ്പോർട്ട് സോണിലായതുകൊണ്ടാണ് ആ ആദ്യത്തെ മൂവ്മെൻറ്റ് സോൺ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണോ അപ്പർ സൈഡിലേക്കാണോ എന്ന് നമുക്ക് അറിയാനായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ രാവിലെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ ലോവിലേക്കാണെങ്കിൽ മാർക്കറ്റ് 25,889 കൺസോൾട്ടേഷൻ സോണിലേക്കും അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ വലിയ ഡൗണൊന്നും നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കരുത്. നമ്മൾ ട്രാപ്പിലാക്കുന്ന ഒരു ഡൗൺ അവിടെ ഉണ്ട്. അതായത് 25,872 ഡൗൺ ഉണ്ട്. അവിടെയും ഡൗൺ ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 25,856 മാർക്കറ്റ് പോകുള്ളൂ. പിന്നെ അടുത്ത സ്റ്റെപ്പ് പോവുകയാണെങ്കിലും പതുക്കെ പതുക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ. ഒറ്റടിക്കൊന്നും പോകാനായിട്ടുള്ള ചാൻസ് നമുക്ക് അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഡൗണിലേക്ക് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 25,818. അപ്പോൾ ഇതൊക്കെയാണ് ഡൗൺ സൈഡ് ലൈനുകൾ. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകാം എന്നുള്ളതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 26,000 ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കിലിയുടെ ബേസിൽ നമ്മൾ ഓൾറെഡി കുറേ ലൈൻസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മന്ത്ലിയുടെ റേറ്റിൽ നമ്മൾ ഇന്നലെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് മാർക്കറ്റ് എത്തിയിട്ടില്ല. മന്ത്ലിയിൽ 26,241 വരെ മാർക്കറ്റ് ചെല്ലാനായിട്ട് കിടപ്പുണ്ട്. അത് നമ്മൾ മനസ്സിൽ വെക്കുക. മന്ത്ലി ക്യാൻഡിൽ ഇപ്പോഴും ക്രോസ് ഓവർ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ PE നോക്കിയെങ്കിലും നമ്മുടെ മനസ്സിൽ 26,000 ഞാൻ പറഞ്ഞത്. അത് 26,000 എന്നുള്ളത് 26,241 ഉണ്ട്. അപ്പോൾ ഈ മാസം കഴിയുന്നതോടുകൂടി കുറച്ചും കൂടെ അതൊന്ന് അപ്സൈഡ് പോകാനായിട്ടുള്ള ചാൻസസ് നിലവിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വെക്കുക. അപ്പർ സൈഡ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക. പിന്നെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം 26,000 അല്ലെങ്കിൽ 26,241, 26,241 മനസ്സിൽ വെച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ട്രേഡ് 26,000 നമ്മൾ ലൈൻ വരച്ചിട്ടേക്കണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈൻസൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 9:13 അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് മൈനസ് സൈഡിലേക്കാണ് കിടക്കുന്നത്. അതായത് 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവാതെ നമുക്ക് എങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല, സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബോക്സ് വരക്കാം. ഒരു സപ്പോർട്ട്, 2 സപ്പോർട്ടുണ്ട്. ഈ ലെവലിലായിരിക്കും മാർക്കറ്റ് സപ്പോർട്ട്, സിയിൽ സപ്പോർട്ട് എടുക്കാനുള്ള സോൺ. അതായത് ഏകദേശം ഒരു 154 മെജോറിറ്റി സപ്പോർട്ട് എടുക്കാനുള്ള സോൺ. ആ സപ്പോർട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 130.97 ഫാളാവും. അപ്പം നിലവിൽ 17 പോയിൻ്റ് പിയിൽ അപ്പാണെന്ന് പറയുമ്പോൾ RSI ഇവിടെ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയണത് ഏകദേശം ഒരു 177 65, 10, 75, 77 എന്ന് പറയുമ്പോൾ 182 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രം, 182 മുകളിൽ സ്റ്റേ ചെയ്താൽ മാത്രം നമ്മൾ 197, 189, 197, 205 പിന്നെ നമ്മുടെ ഇന്നലത്തെ ലെവല് മേളിലോട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ സിയിൽ നിലവിൽ മാർക്കറ്റിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്താൽ 190 വരെയൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സിയിൽ 184 ബ്രേക്ക് ചെയ്താൽ 184, 82, 182 ബ്രേക്ക് ചെയ്ത് ഹൈയിലേക്ക് മാർക്കറ്റ് റിട്ടേൺ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 190 വരെ
മാർക്കറ്റ് എന്താണ് ഒരു ടിപ്പായിട്ട് നിൽപ്പുണ്ട് സിയിൽ 190 192 192 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകും. 190 92 ഓൾറെഡി ടിപ്പുണ്ട്. 95ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്, 200ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. നൂറ്റി 93 എന്നുള്ളത് ലെവൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ 200ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സിയിൽ. കാരണം സിയിൽ 20,070 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 26,055 റെസിസ്റ്റൻറ്റ് ലെവലാണ് 5 മിനിറ്റിൻ്റെ RSI നിലവിൽ നിൽക്കുന്നത്. അത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 26,062 കൺസോൾട്ടേഷൻ സോണാണ് സീനെ സംബന്ധിച്ച്. ഇവിടെ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ്. അപ്പോൾ ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നും അവിടെ ഇല്ല. അത് ആലോചിച്ച് നിൽക്കാത്തടത്തോളം കാലം നമുക്ക് സിയിൽ പ്രോഫിറ്റാണ്. നമ്മൾ ആ ഡൗണിലേക്ക് പോയി അതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ടാവും. നമ്മൾ 187 ഭാഗത്താണ് അപ്പായി കഴിഞ്ഞ മൂവ്മെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. അത് 200 ഭാഗത്തേക്കാണ് പോയി നിൽക്കുന്നത്. ഇപ്പം 190 187 190 ആ ലെവലിലായിരുന്നു. ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താലാണ് ഇനി മൂവ്മെൻ്റ് ഉള്ളൂ. 200 ബ്രേക്ക് ചെയ്താൽ ഇത് ഡോജി ക്യാൻഡിൽ ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. നിലവിലുള്ള 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ 200 ബ്രേക്ക് ചെയ്താൽ പിന്നെ 206ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം 5 മിനിറ്റിൽ കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുണ്ട്. RSIയും സിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. ഒറ്റയടിക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിലും കൂടെ നോക്കണം, ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണം. ഇനി 200 ബ്രേക്ക് ചെയ്താലാണ് അടുത്ത എഗെയിൻ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. കാരണം 5 മിനിറ്റിൽ 26,060 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അങ്ങോട്ട് പോകണം. ഒരു വൈറ്റ് ഡോട്ട് അവിടെ ഉള്ളത് കാരണമാണ് മേളിലോട്ട് ബ്രേക്ക് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരത്തുള്ളൂ. 5 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്ക് കയറിയിട്ടില്ല. എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ 190 നിന്നാണെങ്കിലും 200 ഒരു 10 പോയിൻ്റ് അടുത്ത് നമുക്ക് ഏകദേശം 10 പോയിൻ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈവൻ കോസ്റ്റ് ടു കോസ്റ്റ് പോലും ആയിട്ടില്ല മാർക്കറ്റ്. നമ്മൾ പിയിലേക്ക് തൽക്കാലം നോക്കുന്നില്ല. പിയിൽ ഇനിയിപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ റീക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം മാത്രമാണ് നോക്കുന്നുള്ളൂ. 26,060 ഫ്യൂച്ചർ ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാത്തത്. ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു മാർക്കറ്റ്. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് 232 ഇന്നലെ പ്രതീക്ഷിച്ചത്. ഇന്നലെ 221 വരെ വന്നിട്ടുള്ളൂ. ഇന്ന് 232ലേക്ക് വരുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. $205 ബ്രേക്ക് ചെയ്തിട്ടില്ല. 205 നമ്മൾ 204.90 നമ്മൾ സ്ഥിരം ഇത് കാണുന്ന ഒരു ചടങ്ങാണ്. 200 ബ്രേക്ക് ചെയ്താൽ 205 പോയില്ല, 204.90 വരെ പോയിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങോട്ടൊക്കെ തിരിച്ചു വരും. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും തിരിച്ചു വന്ന് ഇനിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോണേ. 2 തവണ
ലോവർ വിക്ക് ബ്രേക്ക് ചെയ്താൽ 145ലേക്ക് മാർക്കറ്റ് ഫാളാവും. 145ലേക്ക് മാർക്കറ്റ് ഫാളായാൽ നമ്മളത് 205 ബ്രേക്ക് ചെയ്താൽ പിന്നെയും കുറച്ചും കൂടെ മുകളിലോട്ട് പോകും. കാരണം RSI സ്റ്റിൽ പി സൈഡാണ് ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. സി സൈഡ് RSI അപ്പർ സൈഡായിട്ട് നിൽക്കുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പിയിലേക്ക് വലിയ താമസമൊന്നുമില്ല, ഒരു റീകർവ് വരും, അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് പി താഴത്തോട്ട് പോയാൽ ഒരൊറ്റ ഡംപ് താഴത്തേക്ക് വരും, ഒരൊറ്റടിക്കായിരിക്കും 205 ബ്രേക്ക് ചെയ്ത് പോണേ. വലിയ ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല, എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു 144 താഴത്തോട്ട് പോകണം. 144 പിയുടെ സപ്പോർട്ട് സോണായിട്ട് വരുന്നത്. 206 പറഞ്ഞ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 206.55 നമ്മൾ ആദ്യം പറഞ്ഞ ടാർഗറ്റ്. അത് അത്ര പോയാൽ പോരാ, ശരിക്കും ഒരു 209 വരെയൊക്കെ പോകേണ്ടതാണ്. ഇരുന്നൂറ്റി 209 210 209 നമ്മൾ പറഞ്ഞ 210. ഞാൻ 210 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. അതായത് നമ്മൾ 145 ഭാഗത്താണ് ഒരു സപ്പോർട്ട് സോണായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പം ഇത് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഇങ്ങനെ വരേണ്ടതാണ്. ശരിക്കും RSI നമുക്കിനി പിയിൽ ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു പിൻബാർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ 150 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 190 മുതൽ എടുത്തു വെച്ചിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ച സാധനമാണ് നമ്മൾ പോയി 209 ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. ഇനി ആ 209 ഇനിയും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അടുത്ത മൂവ്മെൻറ്റ് പോകാൻ പോകുന്നത് ഒരു 213 ഭാഗത്തേക്കായിരിക്കും. 213 ബ്രേക്ക് ചെയ്താൽ 221, പിന്നെ മാക്സിമം പീക്ക് ലെവൽ എന്ന് വെച്ചാൽ 231 വരെയാണ് ഒരു പീക്ക് ലെവലായിട്ട് മാർക്കറ്റിനുള്ളത്. അതിനിടയ്ക്ക് ഇവിടെ RSI ഇവിടെ പിയിൽ തിരിയാണെങ്കിൽ മാത്രമാണ് പിയിലൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അത് 150 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. നമ്മൾ 187 കൺസോൾട്ടേഷൻ സോണിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയപ്പോഴാണ് നമ്മളിവിടെ എൻട്രി പറഞ്ഞത്. 188, 89, 90 പറഞ്ഞാലും 200, 209, 19 പോയിന്റ്. അത് രണ്ട് രീതിയിലാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഒരു 10 പോയിന്റ് നമുക്ക് രാവിലത്തെ തന്നെ സ്കാൽപ്പ് ചെയ്തെടുക്കാം, ഇന്നലത്തെ പോലെ തന്നെ. കാരണം എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ സ്റ്റെപ്പായിട്ട് പറയണതെന്ന് വെച്ചാൽ അത് ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം. ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം 23-ാം തീയതി സ്റ്റെപ്പായിട്ടാണ് മാർക്കറ്റ് കയറിയേക്കണത്. ഇന്നലെ ഇറങ്ങിയേക്കുന്നതും സ്റ്റെപ്പായിട്ട് ഇറങ്ങിയേക്കണം. അപ്പോൾ അതേ സ്വഭാവം തന്നെയാണ് അവിടെ കാണിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവിടെ 145 മാർക്കറ്റ് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു റിവേഴ്സ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് ഈ ഒരു വൈറ്റ് ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ആ കണ്ടീഷനിൽ എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇടണം. നമ്മളൊരിക്കലും സ്റ്റോപ്പ് ലോസ് ഒരുപാട് താഴത്തോട്ട് വെക്കരുത്. കാരണം ഇത് ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ പിയുടെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അവിടെ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റ് വെക്കണം. ഇപ്പം ഒരു ലോവർ വിക്ക് ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 155, എഗെയിൻ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 155, അതേപോലെ തന്നെ 161, 166 ഭാഗത്തേക്കായിരിക്കും പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിൻബാർ വന്നിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ട് എടുക്കാനുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് 144 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ 209 നമ്മൾ എക്സിറ്റ് ചെയ്ത് അതിനുശേഷം പിൻബാർ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോയപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അത് സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആദ്യത്തെ ഏരിയ 155, സെക്കൻഡ് ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇവിടെ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻ്റോ ഒക്കെ കയറ്റി വെക്കുക.
അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും, അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇടലൊന്നും നടക്കുകയില്ല. അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 161 164 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ SMA ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഏതാ സിയിൽ SMA ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. അപ്പോൾ സി പി അഗെയിൻ 157 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 161 മൂവ് ചെയ്യണം കേട്ടോ. നമ്മൾ ചെറിയൊരു മൂവ്മെൻറ്റേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പിയിലാണെങ്കിലും ആ 155 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. കാരണം ഇവിടെ SMA സി സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് നമ്മൾ ചെറിയൊരു റിവേഴ്സ് പ്രതീക്ഷിച്ചത്. ഓൾ ടൈം പീക്ക് ലെവലിലാണ് സി നിൽക്കുന്നത് തന്നെ. ഒരു ബ്രേക്കൗട്ടൊക്കെ ഇനി 205 ഒക്കെ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പറന്നായിരിക്കും സിയിൽ പോണത്. നേരെ മറിച്ച് 155 ഒരു 157 ഒക്കെ അപ്പായി കഴിഞ്ഞാൽ 160 163 ഒരു ടാർഗറ്റ് ആയിരിക്കും പിയിൽ കിട്ടുന്നത്. കാരണം ഒന്നെങ്കിൽ RSI കർവ് ആവണ ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ ഇനിയുള്ള മൂവ്മെൻറ്റിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 157 to 160 61 ആണ് അടുത്ത പിയിലൊരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റ് വെക്കുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെക്കുന്നതാണ് ബുദ്ധി. അങ്ങോട്ടും ഇങ്ങോട്ടും ലെങ്തി ക്യാൻഡിൽ കുറേ നേരം സ്ട്രഗിൾ ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ പിന്നെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണേ. കാരണം പിയുടെ ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട്, 186 വരേണ്ടതായിട്ടുണ്ട്. അത് ഇതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. RSI നമുക്ക് പിയിൽ അനുകൂലമായിട്ട് വന്നിട്ടില്ല, പക്ഷേ ചെറിയൊരു റിവേഴ്സൽ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തി ചെറിയൊരു മൂവ്മെൻ്റ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതും കൂടെ കർവായി കഴിഞ്ഞാലാണ് ഒരു കൺഫേം മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനിടക്ക് നമ്മൾ ചെറിയ സ്കാൽപ്പ് ചെയ്യണ പോലെ അല്ലെങ്കിൽ 2-3 പോയിൻ്റൊക്കെ കയറി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. SMA ഇനി ടച്ച് ചെയ്യാനായിട്ടുണ്ട്. സീനെ സംബന്ധിച്ച് SMA തൊട്ടടുത്താണ് നിൽക്കുന്നത്, പക്ഷെ പിനെ സംബന്ധിച്ച് തൊട്ടടുത്തല്ല. അപ്പോൾ സിയിൽ എന്താണ് സംഭവിക്കണേ? എഗെയിൻ 192 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സോൺ 187 ആണ്. 187 ആണ് നിലവിൽ സിയുടെ മേജർ സപ്പോർട്ട്. ആ 187 സിക്ക് സപ്പോർട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്ന ഏരിയ 165 അല്ലെങ്കിൽ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ബോക്സിലേക്കാണ്. അപ്പോൾ പിയിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റെഡ് അത്ര വലിയൊരു റെഡൊന്നും അല്ല, അത് മുകളിലോട്ട് പോകാൻ വേണ്ടി താഴത്തോട്ട് വരുന്നതാണെന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാൻഡിലോ അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ അറിയാൻ പറ്റും. ഇപ്പോൾ റെഡ് ഈ വരുന്നത് വോളിയം കൂട്ടാൻ വേണ്ടി താഴത്തോട്ട് വരുന്നത്, താഴത്തുള്ള വോളിയൊക്കെ കൂടെ എടുത്ത് ആൾക്കാരെയൊക്കെ കൂട്ടി തിരിച്ച് മുകളിലോട്ട് പോകാനാണോ എന്ന് നമുക്ക് നോക്കണം. RSIയുടെ ക്രോസ് ഓവർ ചെറിയൊരു സൈൻ വന്നിട്ടേ ഉള്ളൂ. അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ അറിയാം പിയിൽ മൂവ്മെൻറ്റ് വരുമില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ടു 205 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സി ഒരു മടക്ക് വന്നിട്ടുണ്ട്. പല സമയത്തും ഇങ്ങനത്തെ മടക്കൊക്കെ നിവർന്നിട്ടുമുണ്ട്. നമ്മളത് കാരണം അത് മനസ്സിലൊക്കെ വെച്ചേക്കണം. ചില സമയത്ത് നമ്മളിങ്ങനെ ഒരു മടക്ക് കാണുമ്പോൾ പി എടുത്തിട്ട് അത് നേരെ തിരിച്ച് റിവേഴ്സ് വന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ആ 145 144 നമ്മളൊരു എൻട്രി എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാം, പ്രശ്നങ്ങളില്ല.
ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ കൂടെ നോക്കണം. 145 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പി പോരണം. അതോടൊപ്പം 205 അറ്റ് എ ടൈമിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഫേക്ക് ബ്രേക്കൗട്ട് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ക്യാൻഡിൽ 205ൻ്റെ മുകളിൽ ക്ലോസ് ആയിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ 145 സപ്പോർട്ട് എടുക്കാനായിട്ട് പി ശ്രമിക്കുന്നുണ്ട്. ആ 145 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ സിയിലെ ബ്രേക്കൗട്ട് കൺഫേം ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിയിൽ ലോവിലേക്ക് അടുത്ത 2 ക്യാൻഡിലിനുള്ളിലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. ആ ഒരു റെഡ് വന്നു, ആ റെഡ് താഴത്തുനിന്ന് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള റെഡാണ്. അടുത്ത 2 ക്യാൻഡിലിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് സിയിലെ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 205 ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഉടനെ ചാടിക്കയറി ഇരുന്നിട്ട് കാര്യമില്ല. അവിടെ ഫാൾസ് ബ്രേക്കൗട്ട് ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ റൈറ്റ് സൈഡിൽ 145 ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാടിക്കയറി സി എടുക്കേണ്ട കാര്യമില്ല, ബ്രേക്കൗട്ടായിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞത്. അടുത്ത ക്യാൻഡിലിൽ നമുക്ക് മൂവ്മെൻ്റ് അറിയാൻ പറ്റും. അടുത്ത ക്യാൻഡിലിൽ 145 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പി പോന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ബ്രേക്കൗട്ട് നമുക്ക് കൺഫേം ആയിട്ട് എടുക്കാൻ പറ്റും. ഒരു തട വന്നാലും 209 വരത്തുള്ളൂ. വൺ 45 ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഇനി ലോവർ വിക്കിലേക്ക് ബ്രേക്കായാൽ ബ്രേക്കാവും. ഇനിയുള്ള മൂവ്മെൻറ്റ് കണ്ടോ, നമ്മൾ അങ്ങനെയാണ് ഒരു ബ്രേക്കൗട്ട് അനലൈസ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ രണ്ടും നോക്കിയേ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 തവണ നമ്മളെ പേടിപ്പിച്ചു. 3ാമത്തെ തവണയാണ് ബ്രേക്കൗട്ടിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചേക്കണം. കാരണം 209 ബ്രേക്ക് ചെയ്തും കൂടെ പുറത്ത് നിൽക്കണം ക്യാൻഡിൽ. 29 ബ്രേക്ക് ചെയ്തും കൂടെ പുറത്ത് നിന്നാലാണ് ആ ഒരു ട്രെൻഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുള്ളൂ എന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 221 231 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ സിയിലൊരു മടക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങും കൂടെ നോക്കണം. 145 മേളിലോട്ടാണ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നത്. കണ്ടോ, 145 മേളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയി. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ 205 എൻട്രി എടുത്താലും 209 ടച്ച് ചെയ്തിട്ട് അതിനനുബന്ധിച്ച് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ 209 ഇട്ട് പോയാലും നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻറ്റോ കയറ്റി ഇടണം. 209 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവാം. കണ്ണിക്ക് നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് ചാടിയാണ് നിൽക്കുന്നത്. ഇത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ബ്രേക്കൗട്ട് പല രീതിയിലുണ്ട്. നമ്മളെ ട്രാപ്പിലാക്കുന്നതാണ് ഈ ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളെ ട്രാപ്പിലാക്കുന്ന പരിപാടിയാണ്. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് മണി മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കൗട്ട് നമുക്ക് അതിനെക്കാട്ടും വലിയ പണി തരും. ഞാനിവിടെ വ്യക്തമായിട്ട് അതാണ് പറഞ്ഞത്. ചില സമയത്ത് ബ്രേക്കൗട്ട് കണ്ടിന്യൂ ചെയ്തു പോകും, ചില സമയത്ത് നമുക്ക് ബ്രേക്കൗട്ട് ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് നോക്കണം. പല ആൾക്കാരും എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു അനലൈസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RSI പിക്ക് അനുകൂലമായിട്ട് വരാനായിട്ട് നിൽക്കുകയാണ്. ഇനി 205 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമുക്ക് സിയിൽ അഗെയിൻ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി, അല്ലാതെ കോൺസെൻട്രേഷൻ ചെയ്യുകയേ വേണ്ട.
ഇപ്പം ഈ സമയത്ത് തന്നെ എത്ര പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്തിട്ട് ലോസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ? നമ്മൾ മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ പിയിലൊരു എൻട്രി നോക്കുന്നുണ്ടെങ്കിലും 152 ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് മാത്രം 155 ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ പിയിൽ ഇപ്പോൾ ചാടിക്കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലും വലിയ പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി 205 മേളിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിൽക്കണം. 205 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്ന് അടുത്ത ക്യാൻഡിലിൽ ആദ്യം ഒരു ലോ വരും. ആ ലോവിൽ നിന്ന് നമുക്ക് കയറിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിയിലായിരിക്കും ഇനി അടുത്ത മൂവ്മെൻറ്റ് വരുന്നത്. കാരണം പിയിൽ മാർക്കറ്റ് 181 ആ ഭാഗത്തേക്കൊക്കെ വരാനായിട്ട് കിടപ്പുണ്ട്. അങ്ങോട്ട് വരാൻ കിടക്കുമ്പോൾ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ട് താഴത്തോട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേരം കൊണ്ട് പറയുന്നുണ്ട്. കാരണം RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ്. ഏത് നിമിഷവും മാർക്കറ്റ് പിയിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടാം. ആ പിയിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടുന്ന സമയം നമ്മൾ സിയിലെടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എനിക്ക് 155 പി ബൈ അബവ് 155 പി. ഇത് ഇപ്പം പറഞ്ഞ പോലെ ഒറ്റക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എനിക്കതൊക്കെ നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു ലൈവിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓരോ ക്യാൻഡലിലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്. കാരണം സിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയി, അവരെടുത്തു, നേരെ തിരിച്ച് 201 5 പോയിൻ്റാണ് താഴത്ത് വന്ന് മാർക്കറ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ പിയിൽ എന്ത് ചെയ്തു, മാറിയെടുക്കും, അപ്പോൾ സിയിലേക്ക് പോകും, സിയിലെടുക്കും, അപ്പോൾ പിയിലേക്ക് പോകും. അപ്പം അതാണ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത്. എപ്പോൾ എൻട്രി എടുത്താലും സംശയം വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ എപ്പോൾ മാർക്കറ്റ് അപ്പിലേക്ക് പോയാലും കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻ്റോ കയറ്റിയിടണം. നമുക്ക് കൺഫർമേഷനായിട്ടുള്ളൊരു മൂവ് കിട്ടാൻ നേരത്ത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരു 5 പോയിൻ്റോ 10 പോയിൻ്റോ മുകളിൽ വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് എൻട്രി കിട്ടുന്നത്. പക്ഷെ അതൊരു സക്സസ്ഫുൾ മൂവായിരിക്കും. നമുക്ക് 155 മേളിലോട്ട് വരാതെ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനേ പറ്റത്തില്ല. അതുവരെ മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. 205 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ലോ വന്നു കഴിഞ്ഞാൽ തിരിച്ചു മുകളിലോട്ട് പോകുന്ന കൂട്ടത്തിൽ നമുക്ക് കയറി അങ്ങ് പോവാം. അപ്പോൾ 2-3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ. ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈസി ആയിട്ട് 152 മുതൽ 155 വരെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. കാരണം RSI ഇവിടെ 2 പ്രാവശ്യം ഇപ്പോൾ തിരിയണത്. എന്താണ് അതിൻ്റെ റീസൺ? 260.85 30 മിനിറ്റിൽ ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഒരു ട്രേഡിങ്ങിൻ്റെ സൈക്കോളജി, ഒരു ചാർട്ടിൻ്റെ സൈക്കോളജി മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാർട്ട് പാറ്റേണോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊന്നും പഠിച്ചത് കൊണ്ടൊന്നും നമുക്കതിൻ്റെ സൈക്കോളജി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കി എടുക്കണം. നോക്കിക്കേ, മാർക്കറ്റ് മൂവ് ചെയ്യണമുണ്ടോ? അതാണ് എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. നമ്മളതാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഇപ്പോൾ എവിടം വരെ വന്നിട്ടുണ്ട്? 219.90 നമ്മൾ പറഞ്ഞേക്കണത് 220 ഫസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് പറഞ്ഞിരിക്കണേ. 219.90 വരെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ 2, 3, 4 എൻട്രി എടുത്താലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. എടുക്കുന്ന 3 കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചാലും നമുക്ക് കുഴപ്പമില്ല. കാരണം RSI ഓൾറെഡി ഇവിടെ 2 തവണ മടക്ക് വന്നതാണ്. 2 തവണ മടക്ക് വന്നപ്പോഴും നമ്മൾ ചാടിക്കയറി പി ഇട്ട് കയറുകയല്ല ചെയ്തത്. നമുക്ക് 155 കഴിഞ്ഞാൽ മാത്രം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അതുവരെ മാർക്കറ്റ് സിയിലായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. 3 സെക്കൻഡ് കൂടെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യാൻ.
പറഞ്ഞെന്താണ്, ഒരു ക്യാൻഡില് 215 മേലെ 210 മേലെ ക്ലോസ് ചെയ്യും. അടുത്ത ക്യാൻഡിലിൽ ഒരു ലോ വരും. ആ ലോ വന്നത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ആ 210 എന്നുള്ള എൻട്രിയാണ് 10 പോയിന്റ് കണ്ണടിച്ച് തുറന്നപ്പോൾ കിട്ടിയേക്കണേ. അത് 1 പോയിന്റോ 2 പോയിന്റോ കയറ്റി വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ആ നിലവിലെ ഹൈ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് ഒരു 231 വരെ പോകും. കറക്റ്റ് ഹൈയിലാണ് ബ്രേക്ക് ഔട്ടിൽ നിന്ന് കയറണത് ഒരു റൂള്. അതിനുശേഷം സെക്കൻഡ് ക്യാൻഡിൽ താഴത്തോട്ട് വന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ എടുത്താലും 219 സെയിം. നമ്മൾ 220 പറഞ്ഞേക്കണേ, എന്നാലും 219 പോയിന്റ് 220 നിലവിൽ വന്നേക്കണതിൻ്റെ ഹൈ എത്രയാ? 220. അപ്പോൾ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് എത്രയാ? ഇവിടെ സി ബൈ അബോ 205, ടാർഗറ്റ് 220, സെക്കൻഡ് ടാർഗറ്റ് 230 ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തടിയൂരി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു റിവേഴ്സ് വരുന്നുണ്ട്. പിയിൽ 140 മുതൽ 145 വരെ ഒരു 5 പോയിന്റ് കിട്ടും. 140 അബോവ് 141 ടു 145. കാരണം ഇവിടെ ഹയർ വിക്ക് ഈ ക്യാൻഡിലിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഇട്ടുകൊണ്ടാണ് അപ്പുറത്തോട്ട് പോയിരിക്കണേ. അതുകൊണ്ടാണ് കറക്റ്റ് 223. 223 ഇന്നലെ പറഞ്ഞ ടാർഗറ്റ്. പക്ഷെ ഇന്ന് ഞാനത് 2 പോയിന്റ് താത്തിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കയറേണ്ട സ്ഥലത്ത് കയറുക, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുക. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പർപ്പസ് നോക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഹൈ വരെ വരുമെന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ് അത് വരാഞ്ഞേ? ഇവിടെ 208, 210, 208 സപ്പോർട്ട് എടുത്ത് ഹിഡൻ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 5 പോയിന്റ് കയറാത്തത്. നമ്മൾ ഡബിൾ ചാർട്ട് വെച്ച് നോക്കിയാലാണ് അത് അറിയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് കയറാഞ്ഞേ? 209, 210 ഇവിടെ ഒരു ഹിഡൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് നമ്മുടെ ഈ ക്യാൻഡിൽ 5 പോയിന്റിൽ കഴിഞ്ഞിട്ട് മേളിലോട്ട് പോകാത്തത്. അത് നമുക്ക് അറിയാൻ പറ്റണം. അപ്പോൾ അതിന് നമുക്ക് ചാർട്ട് നമ്മുടെ കയ്യിൽ വേണം. എങ്കിലേ നമുക്ക് ആ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് റിവേഴ്സ് ആയെന്നുള്ളതിൻ്റെ റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. എങ്കിലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒരു മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് കാണണം. അതല്ലാതെ നമ്മൾ മനസ്സുകൊണ്ട് അയ്യോ അത് ഇറങ്ങിപ്പോയി തിരിച്ചു വരുമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞേക്കണത് എങ്ങോട്ട് വരുമെന്നാ? 145 അല്ലേ ഞാൻ വരുമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അങ്ങോട്ട് തീർച്ചയായിട്ടും വരുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. കോള് കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഞാൻ പറഞ്ഞേക്കണ ഒരു എൻട്രി ഇപ്പോൾ 141, ടാർഗറ്റ് 145. അപ്പം അങ്ങനെ ഒരു എൻട്രി ഞാൻ പറഞ്ഞിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? അങ്ങോട്ട് വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ടിരിക്കും. പക്ഷേ ആ കൂട്ടത്തിൽ ചാർട്ടും കൂടെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തറിയാൻ പറ്റും? അവിടെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. എന്തുകൊണ്ട് റിവേഴ്സായി? ഇവിടെ 208, 210 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റിവേഴ്സായി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ വേണമെങ്കിൽ അവിടെ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാർക്ക് പറ്റും, പഠിക്കാത്ത ആൾക്കാർക്ക് പറ്റത്തില്ല. അപ്പോൾ ഓരോ നമ്മൾ പറയുന്ന ടാർഗറ്റും ഓരോ റെസിസ്റ്റൻ്റ് ആണ്. അല്ലാണ്ട് നമ്മൾ മനസ്സിലിറങ്ങിയ 5 പോയിന്റ് 10 പോയിന്റ് അല്ല നമ്മൾ ടാർഗറ്റ് പറയണത്. ചിലപ്പോൾ 3 പോയിൻ്റേ ഫസ്റ്റ് ടാർഗറ്റ് പറയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ 3 പോയിൻ്റിൽ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താലാണ് സെക്കൻഡ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അത് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് തേർഡ് ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും. ആ 232 ടച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് 232 ടച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിയിലേക്ക് ഇപ്പം എന്തായാലും നോക്കണ്ട. നമുക്ക് 232 തന്നെ കുറച്ച് നേരം ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കാം. കാരണം ഇവിടെ പിയുടെ RSI ക്രോസ് ചെയ്ത് റെഡിലേക്ക് വരുന്നത് വരെയും
135 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നമ്മളുടെ ടാർഗറ്റ് എപ്പോഴും സിയിൽ 232 ആയിരിക്കും. ഒറ്റയടിക്കേ വരത്തുള്ളൂ, എല്ലാവരെയും ട്രാപ്പിലാക്കിക്കൊണ്ട്. കാരണം പിയിലെ ആൾക്കാർ വിചാരിക്കും ഇപ്പം പിയിലേക്ക് കയറും എന്നും പറഞ്ഞിട്ടിരിക്കും. പക്ഷെ നമ്മൾ സി 232 വരുമെന്നും പറഞ്ഞിട്ടിരിക്കും. അതും കൂടെ ഫില്ല് ചെയ്താൽ അടുത്ത കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഓക്കെ ആക്കായിരുന്നു. $226. അങ്ങനെയാണെങ്കിൽ 232 പോയാൽ പോരല്ലോ, 241 വരെ കിടപ്പുണ്ട്. ഈ ക്യാൻഡലിൻ്റെ ഹൈ എത്രയാണ്? 232.35. ഒരു 6 പോയിൻറ്റും കൂടെ വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് ബുദ്ധി. 230 വരെ വന്നിട്ടുണ്ട്, 30.35 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റെഡൊന്നും നമുക്കൊരു ഡൗൺ ആയിട്ടൊന്നും തൽക്കാലം എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അടുത്തൊരു 2-3 ക്യാൻഡിലും കൂടെ ആവട്ടെ. അതേപോലെ തന്നെ സിയുടെ RSI ക്രോസ് ചെയ്ത് തിരിച്ച് ഗ്രീനിലേക്ക് കഴിഞ്ഞതിന് ശേഷം, ഗ്രീനിലേക്ക് കയറിയതിന് ശേഷം മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പം നിലവിലെ ക്യാൻഡിലിൻ്റെ ലോ വന്നിട്ടില്ല സിയിൽ, അല്ല ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ റെഡ് ഒരു ട്രാപ്പിംഗ് റെഡ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതായി പറഞ്ഞ പോലെ കണക്ക് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ സിയിൽ ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ വരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പിയിനെ പറ്റി ആലോചിക്കാം. പിയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളതിപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ഒരു 132 മേളിലോട്ടൊക്കെ പോയിട്ടേ കാര്യമുള്ളൂ. ഇത് ക്രോസ് ഓവർ ചെയ്ത് ഇത് റെഡിലേക്കും കൂടെ കയറിയാൽ നമുക്ക് ഏകദേശമൊക്കെ ഉറപ്പിക്കാം. ഇതിൻ്റെ 2 ക്യാൻഡിലിൻ്റെ ലോവർ വിക്കും വന്നിട്ടില്ല. നമുക്ക് സ്ട്രൈക്ക് ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. പിയുടെ സ്ട്രൈക്കിൻ്റെ ഡെൽറ്റ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 180 26,100 പിയിലേക്ക് ഞാൻ കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര വലിയൊരു ഉറപ്പ് തോന്നുന്നില്ല. പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നോക്കണമെന്നുണ്ടെങ്കിലും ഒരു 197 ബ്രേക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് നോക്കിയാൽ മതി. ന് 190 ഒരു സപ്പോർട്ട് സോൺ റീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിസ്കി എൻട്രി ആണ് പിയിൽ. റിസ്കി എൻട്രി നമുക്ക് എടുക്കാനൊക്കെ ഒരു താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ മാത്രം പിയിലെടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം ഡൗണിലേക്ക് പോയാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനോധൈര്യം വേണം, അല്ലാതെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് RSI ഇപ്പം പിയിലേക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് പിയിലേക്ക് അനുകൂലമായിട്ട് റെഡിലേക്ക് കയറിയിരിക്കുന്നത്. പക്ഷേ ആ 232 എന്നുള്ളൊരു ലെവല്
ആ സിയുടെ മനസ്സിൽ കിടക്കുന്ന കാരണം പിയിലേക്ക് തൃപ്തിയോടുകൂടി ഒരു എൻട്രി എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 190 മേലെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ സ്ട്രൈക്ക് മാറിയിട്ടുണ്ട്. 26,100 പി ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 26,100 പി. $232. ഓക്കെ, ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നമ്മളുടെ സിയുടെ ടാർഗറ്റ് ഹിറ്റായി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ചാർട്ടും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് നമ്മളിങ്ങനെ കൊണ്ടെത്തിക്കുന്നത്. ഇനി 240 അടുത്ത മൂവ്മെൻറ്റ്. ഇവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞ് 240. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട. അതായത് ഇവിടെ വരാനുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരണം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നും ഇന്നലെയും തൊട്ട് കണ്ടു തുടങ്ങിയതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് മാനസികമായിട്ട് ഒട്ടും താല്പര്യമില്ല. 232 എന്നുള്ളൊരു ലെവല് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനുണ്ട്. അവിടെ മാർക്കറ്റ് എഗെയിൻ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ 240 ലെവലിലേക്കാണ് മാർക്കറ്റ് പോകാനുള്ളത്. 241 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് നിലവിൽ കിടപ്പുണ്ട്. അപ്പോൾ 10:07 നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ 10 മണിക്ക് 9:55 10:05 ഇടക്ക് ഏതെങ്കിലും ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എവിടെ ഹിറ്റ് ചെയ്തു? 232 10:05 മുമ്പായിട്ട് ഹിറ്റ് ചെയ്തു. അത് എനിക്കൊരു 1.5 വർഷമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. 10:05 ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചത് 232. അതുകൊണ്ടാണ് എനിക്ക് പിയിൽ ഒരു എൻട്രി പ്ലേസ് എനിക്ക് കിട്ടാത്തതിൻ്റെ റീസൺ അതായിരുന്നു. ഇതിപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 241 വരെ മാർക്കറ്റ് പോകാനായിട്ട് നിലവിൽ നിൽപ്പുണ്ട്. അത് കഴിയാതെ ഒന്നും ഒരു കാരണവശാലും നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. RSI ഇപ്പോഴും റെഡിലേക്ക് പിയുടെ കയറിയിട്ടില്ല. റെഡിലേക്ക് മുട്ടുന്നതിന് മുമ്പ് റീകർവ് ആയിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ റീകർവായി? സിയിൽ മാർക്കറ്റ് മുട്ടാനുള്ള സ്പേസസ് ഇനിയും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് 241 മാർക്കറ്റ് ടച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ എവിടെയായി കാണും? ഇൻഡെക്സിൽ എവിടെയായി കാണും? 25,978 ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. ഈ റെഡ് ലൈനും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ 26,000 മാർക്കറ്റ് വരുന്നത്. 25,972 75 ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഈ ചാർട്ടിൻ്റെ അക്യുറസി ഇതിനപ്പുറം കാണിച്ചു തരാനായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. 241 നമ്മൾ പറഞ്ഞത് 240 മാർക്കറ്റ് 240 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 185 അബോവ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മൾ പിയിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എന്തായാലും വൈൻഡ് ചെയ്യുന്നു. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനിടക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിയിൽ ഡൗണൊക്കെ വന്നിട്ടുണ്ട്. ഡൗൺ വന്നപ്പോഴും നമ്മൾ അതിനകത്ത് വലുതായിട്ടൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും ഡൗൺ വന്നിട്ടുണ്ട്. അതായത് 217 വരെ ഡൗൺ വന്നപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച ഏരിയ 232 240 ആണ്. അവിടം വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. ഇവിടെ RSI റെഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി 172 അല്ലെങ്കിൽ ഒരു 168 1078 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് പിയിൽ അങ്ങ് ഹോൾഡ് ചെയ്ത് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം പോട്ടെ അത്രത്തോളം പോട്ടെ. എനിവേ, ഓൾ ദി ബെസ്റ്റ്.